ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അത് നമ്മുടെ വീഡിയോ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. നമ്മൾ വീട്ടിൽ നിന്ന് 6 മണി 6:15 ആയപ്പോഴാണ് ഇറങ്ങിയത്. നമ്മൾ ചടപടെ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. കുറേ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ് നാട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. അവർക്ക് രണ്ടുപേർക്കും പുതിയ ഡ്രസ്സൊക്കെയാണ്. ഞാൻ പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങിച്ചത് ഇടാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ ആ ഒരു ഡ്രസ്സാണ് ഞാനും ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ പോകുന്ന വഴിയിൽ ഇതാ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ കാണിച്ചു കൊടുത്ത് എയർപോർട്ടിൽ എത്തിയിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്തും ബ്രോ എടുത്തും യാത്രയൊന്നും പറയാനൊന്നും പറ്റിയില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വേഗം തന്നെയാണ് നമ്മൾ അകത്തോട്ട് കയറിയത്. പഴയതുപോലെ നമ്മൾ അവരെ അകത്തോട്ടൊന്നും കയറ്റി വിടത്തില്ലായിരുന്നു. ഞാനും മക്കൾസും മാത്രമാണ് അകത്ത് കയറിയത്. ഞങ്ങൾ ചെക്കിങ്ങിന്റെ അവിടെ തന്നെ 1 അവറിന്റെ മേളിലെടുത്തു. അങ്ങനെ ഒരുവിധം ലഗേജൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ലോഞ്ചിലോട്ട് പോയതാണ്. നമുക്ക് D9 ആണ് ലോഞ്ച് കിട്ടിയത്. ഹസ്ബൻഡ് അവിടെ ഒരു കാർ കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നേരെ അങ്ങോട്ടാണ് വെച്ച് പിടിച്ചത്. പിന്നെ കുറേ നേരം അവിടെയൊക്കെ ചെന്ന് നിന്നതിന് ശേഷം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പ്രിങ്കിൾസ് ഇരിക്കുന്ന കണ്ടു. പിന്നെ എന്തോ ഒരു ഹെലികോപ്റ്ററിന്റെ ടൈപ്പിലൊരു മിഠായി ഇരിക്കുന്ന കണ്ടു. അപ്പോൾ അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് രണ്ടുപേരും കൂടെ കഴിക്കുവാണ്. പിന്നെ 2-3 മക്കളുണ്ടായിരുന്നു. പിന്നെ അവരുമായിട്ട് ഇവർ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്യാനൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ ആള്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ മക്കളെയൊക്കെ വാഷ്റൂമിലൊക്കെ കൊണ്ടുപോയി. ഒരാളെ വാഷ്റൂമിൽ കൊണ്ടുപോകുമ്പോൾ അടുത്ത ആളെ നോക്കിയിരുന്നത് ചേച്ചിയായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഹെൽപ്പായിരുന്നു വേണ്ടത്. പിന്നെ കുഞ്ഞി ചേച്ചിയുടെ കൂടെ അങ്ങ് സെറ്റായി. അതിനുശേഷം നമ്മളെ ഫ്ലൈറ്റിലേക്ക് വിളിച്ചു തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി. അപ്പോൾ 2 പേർക്കും ദാ ഈ ഹെഡ്സെറ്റ് കിട്ടിയപ്പോഴത്തേക്ക് ഹാപ്പിയായി. ഓക്കെ, നാട്ടിൽ വന്നിട്ട് കാണാമെന്ന് പറയാം എല്ലാവരും. യാത്രയിൽ മൊത്തം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്ലൈ ചെയ്ത് കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് ഇവർ വീണ്ടും ലാൻഡ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് കുവൈറ്റ് എയർവേസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ട്രിവാൻഡ്രം എയർപോർട്ടായിരുന്നു. യാത്ര തുടങ്ങുന്നതിന് മുന്നേയുള്ള ദ്വായും കാര്യങ്ങളും ഒക്കെയാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഈ ദ്വാ. അപ്പം ഞാനിങ്ങനെ വെച്ചതാണത്. اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. حضرات الضيوف الكرام، ഒന്ന് ഫ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ചൈൽഡ് മീൽ വന്നിരുന്നു. ബിസ്ക്കറ്റും പിന്നെ ദാ ഇങ്ങനെ കോണും ഒലിവും ഒക്കെ ആയിട്ടുള്ള സലാഡും പിന്നെ ക്രീമും ബണ്ണും ഒരു നല്ലൊരു ചീസ് കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ പാസ്ത ഉണ്ടായിരുന്നു. കുഞ്ഞ് കുറച്ച് കഴിച്ചു. ഐസൂട്ടൻ ഒട്ടും തന്നെ കഴിച്ചില്ല. ഐസൂട്ടൻ അതിനകത്ത് കുറച്ച് ഈ പ്രിങ്കിൾസ് പോലത്തെ ഒരു ചിപ്സ് ഉണ്ടായിരുന്നു, അതാണ് കഴിച്ചത്. പിന്നെ ഞാൻ ഐസൂട്ടൻ്റെ ആ ഒരു പങ്ക് ഞാൻ ഫ്രണ്ടിലൊരു മോന് കൊടുത്തു. എനിക്ക് പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ ഞാനും അത് കഴിച്ചു. ചിക്കൻ പാസ്തയുടെ ബാക്കി ഞാൻ കഴിച്ചു. പിന്നെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ കുഞ്ഞിയും ഐസൂട്ടനും ജ്യൂസൊക്കെ കുടിച്ചു. അവർ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നല്ല ഉറക്കമായി. പിന്നെ ഞാനും പതുക്കെ കിടന്നുറങ്ങാൻ തുടങ്ങി. അങ്ങനെ 5 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. അങ്ങനെ പിന്നെ പതുക്കെ 2 പേരെയും ഞാൻ കുത്തിപ്പൊക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പേരെയും കൂടി എടുത്തുകൊണ്ട് പോകുന്നത് പാടല്ലേ. അപ്പോൾ പിന്നെ പതുക്കെ അവരെ ഉണർത്തി. അങ്ങനെ ദാ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ട് എത്തി. നമ്മൾ പിന്നെ ദാ വാഷ്റൂമിലൊക്കെ പോയി ദാ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദാ ലഗേജ് എടുക്കാനായിട്ട് നിന്നു. അങ്ങനെ വേഗം തന്നെ നമ്മൾ ലഗേജൊക്കെ കിട്ടി. അങ്ങനെ ഒരു പോർട്ടർ ചേട്ടനെ വിളിച്ചു. അങ്ങനെ ആ ചേട്ടനും ഐസൂട്ടനാണ് പിന്നെ തള്ളിയത്. അങ്ങനെ 2 പേരും കൂടെ തള്ളിയത്. ആ പുറത്തിറങ്ങിയപ്പോൾ അത്തായി അമ്മായി ഉണ്ടായിരുന്നു. പിന്നെ അവരെ കണ്ടു. പിന്നെ കുറച്ച് നേരം സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു. അതൊന്നും ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല. അതിനുശേഷം ദാ നമ്മൾ നമ്മുടെ വണ്ടിയും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു 2 പേരും പരിചയക്കുറവൊക്കെ കാണിക്കുമെന്ന്. കുഞ്ഞു മാത്രമേ ഉള്ളായിരുന്നു ബാക്ക് പിടിച്ചത്. ഐസൂട്ടൻ പിന്നെ ഓടി തന്നെ അവരുടെ അടുത്ത് പോയി. പിന്നെ ദാ ഹരിതാപവും പച്ചപ്പും ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം. തെങ്ങും ചെടികളും മരങ്ങളും ഒക്കെ കണ്ടപ്പോൾ പിന്നെ ദാ കുറേ ഫ്ലാറ്റുകളും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ ദാ ഫ്രണ്ടിലോട്ട് വന്ന് അങ്ങനെ ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ നിന്ന് ചായ വാങ്ങിച്ചു കുടിക്കാനായിട്ട് ഇറങ്ങി. ആ ചായക്കടയുടെ അടുത്ത് തന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിക്ക് പിച്ചണമെന്ന് പറഞ്ഞിട്ട് ഒരു ചെമ്പരത്തി പൂവൊക്കെ പിച്ച്. അതാണ് നിങ്ങൾ ഷോർട്സിൽ കണ്ടത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇവർ 2 പേരും ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതാ നമ്മുടെ ചടയമംഗലം ജഡായുപ്പാറയൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് ഫ്രണ്ടിലോട്ട് വന്ന് നമ്മുടെ സ്വന്തം അടൂരെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. വീട്ടിൽ വന്നപ്പോൾ ലേഹാവാവയും ലേറാവാവയും അമ്മച്ചിയമ്മായും നാത്തൂനും മാമായും ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞി ഐസൂട്ടനെ വിളിക്കുവാണ്. ഛർദ്ദിച്ചിരുന്നതിൻ്റെ ക്ഷീണം കൊണ്ട് 2 പേരും മൈൻഡ് ചെയ്തില്ല. പിന്നെ കുറച്ച് നേരമായപ്പോഴത്തേക്ക് കുഞ്ഞിയെ ലേഹാവാവയുടെ സൈക്കിളിലൊക്കെ കയറി കളിയും ബഹളങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാട്ടിലെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.